ഒരിടത്തൊരു കാട്ടില് കുറുക്കനും പൂച്ചയും കൂട്ടുകാരായിരുന്നു. കുറുക്കൻ സ്വയം പുകഴ്ത്തുന്ന സ്വഭാവമുള്ള ഒരാളായിരുന്നു. ചെറിയ പൊങ്ങച്ചക്കാരനായിരുന്നു. പൂച്ച ഇത് കേട്ട് ദിവസവും ഇദ്ദേഹത്തിൻ്റെ പൊങ്ങച്ചം കേട്ട് ദിവസവും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. 100 സൂത്രങ്ങളാണ് കുറുക്കൻ അറിയാവുന്നത്. ഓരോ ദിവസവുമായിട്ട് കുറുക്കൻ പറഞ്ഞു പൂച്ചയെ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. ഓരോ ഘട്ടങ്ങളിലും ഓരോ മൃഗങ്ങൾക്കും ഈ സൂത്രങ്ങൾ കുറുക്കൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് ഈ പൂച്ചയോട് പറഞ്ഞു. പൂച്ച കുറുക്കനോട് പറഞ്ഞു, എങ്കിലും എനിക്ക് പറഞ്ഞു തരൂ, അങ്ങേക്ക് ഒഴിവുള്ള ദിവസങ്ങൾ പറഞ്ഞു തരുമെന്ന് ഈ പൂച്ചയ്ക്ക് പറയുന്നുണ്ട്. എനിക്ക് ആകെ ഒരു സൂത്രം മാത്രമേ അറിയാമൂ. പക്ഷെ പൂച്ച പറയുന്നത് കേൾക്കാനിട്ട് കുറുക്കൻ തയ്യാറാകുന്നുമില്ല. കുറുക്കൻ്റെ ഈ സൂത്രവിദ്യകളെക്കുറിച്ച് ഇങ്ങനെ സ്വയം പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ നായാട്ട് വരുന്ന ശബ്ദം കേട്ടു. അപ്പോഴും കുറുക്കൻ പറഞ്ഞു, എനിക്കത് പേടിയൊന്നുമില്ല, എന്ത് പ്രശ്നം വന്നാലും 100 സൂത്രങ്ങൾ അറിയാവുന്ന എനിക്ക് ഇതിനും രക്ഷപ്പെടാനുള്ള വഴികൾ പറഞ്ഞു തരാമെന്ന് പൂച്ചയോട് പറഞ്ഞു. അപ്പോൾ പൂച്ച അന്നേരവും പറഞ്ഞു, എനിക്കറിയാവുന്നൊരു സൂത്രമുണ്ട്, ഞാനത് പറയട്ടെ. അപ്പോഴും ഈ കുറുക്കൻ അതിബുദ്ധിശാലിയാണ് എന്ന് സ്വയം ചിന്തിച്ചു. ബുദ്ധിയുള്ള ആളാണ് കുറുക്കൻ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. നായാട്ട് അടുത്തെത്താറായപ്പോൾ പൂച്ച ഒരു മിന്നൽ പിണർ പോലെ അടുത്തുള്ള മരത്തിൽ ചാടിക്കേറി. എനിക്കറിയാവുന്ന ഏക വഴി ഇതാണ് സുഹൃത്തെ, അതുകൊണ്ട് വരുന്ന പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞപ്പോഴും കുറുക്കൻ ആത്മവിശ്വാസം കൂടിയിട്ട് പറഞ്ഞു, ഇല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ, എന്നെ അങ്ങനെ തോൽപ്പിക്കാനോ ഒന്നും പറ്റില്ല, എന്ത് പ്രശ്നം വന്നാലും എനിക്ക് കഴിയുമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ നായാട്ട് വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. കുറുക്കന് ഇനി ഓടി രക്ഷപ്പെടുക മാത്രമേ ഉള്ളൂ വഴി. ഓടാൻ ശ്രമിച്ചിട്ടും ഈ നായാട്ട് പിടിയിൽ ഈ കുറുക്കൻ പെടുകയും അവർ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ സ്വയം പുകഴ്ത്തലും 100 സൂത്രങ്ങളെക്കാൾ വലുത് അന്നേരം പ്രയോഗത്തിലുണ്ടാകുന്ന, അല്ലെങ്കിൽ അന്നേരം ആ ഒരു സമയത്ത് എളുപ്പത്തിൽ രക്ഷപ്പെടാനുള്ളൊരു മാർഗമാണ് പൂച്ച അവിടെ നിർദ്ദേശിച്ചത്. എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരുപാട് 100 ഐഡിയാസ് വരും. പക്ഷെ ചില ആപത്ഘട്ടങ്ങൾ ആ സമയമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാനും കൂടി നമ്മുടെ കൊച്ചു കൂട്ടുകാരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ചില പ്രതിസന്ധികൾ വരുമ്പോൾ, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ആ സന്ദർഭം അനുസരിച്ച് ആ പ്രശ്നത്തെ നേരിടാൻ കൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുതിലേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.